ഇന്ന് നമ്മൾ നേനൂസ് വ്ളോഗ്സിൽ ഒരു തനി നാടൻ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണിത്. എന്നാൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ നാടൻ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ അളവിൽ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ഈ ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വാരി എടുക്കണം. ഇപ്പോൾ ചെമ്മീനൊക്കെ മുഴുവൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 8 അല്ലി കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു കുടംപുളി വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ ഈ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയിലെ വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. ദാ ഇപ്പോൾ നമ്മുടെ നാടൻ ചെമ്മീൻ കറി വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരു കറിവേപ്പില കൂടെ വെച്ച് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്വാദൊന്ന് കൂടും. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ നാടൻ ചെമ്മീൻ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്